ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, എയിം റോഡ്, പെരുമ്പാവൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് കട്ടപ്പന. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു കെജിസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. വീട് പണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. എത്ര പോരാ? 5 grams. ഇത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജകുമാരി പഞ്ചായത്തംഗം ഉൾപ്പെടെ 2 പേർ ആനയിറങ്കൽ ജലാശയത്തിൽ മുങ്ങി മരിച്ചു.
വളകോട്ടിൽ പുലി ഇറങ്ങി എന്ന അഭ്യൂഹം. വനം വകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞില്ല. കാട്ടാനകൾക്ക് പുറമെ മൂന്നാറിലെ തോട്ടം മേഖലയിൽ വേനൽ കനത്തതോടെ കാട്ടുപോത്തും ഭീതി പടർത്തുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ആനീറങ്കൽ ഡാമിൽ രണ്ടുപേരെ കാണാതായി. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗം ജെയ്സൺ തച്ചമറ്റം, ബിജു എന്നിവരെയാണ് കാണാതായത്. രണ്ടുപേരും ഇന്നലെ വൈകിട്ട് മുതൽ ആനീറങ്കൽ ഡാമിൽ ഉണ്ടായിരുന്നു. ഡാമിന്റെ കരയിൽ മൊബൈൽ ഫോണും ചെരുപ്പും കണ്ടെത്തിയിരുന്നു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ഇരുവരുടെയും മൃതദേഹം ഡാമിൽ നിന്നും കണ്ടെടുത്തു. രാജകുമാരി പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ രണ്ടുപേർ ആനീറങ്കൽ ജലാശയത്തിൽ മുങ്ങി മരിച്ചു. രാജകുമാരി പഞ്ചായത്ത് അംഗം മഞ്ഞക്കുഴി തച്ചമറ്റത്തിൽ ജെയ്സൺ, സുഹൃത്ത് നടുക്കുടിയിൽ ബിജു എന്നിവരാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകുന്നേരം 4-നാണ് ഇവർ ഉൾപ്പെടുന്ന 4-അംഗ സംഘം ആനീറങ്കൽ ജലാശയത്തിലെത്തിയത്. ഡാമിന് സമീപം കുളിക്കാനിറങ്ങിയ സംഘത്തെ ഡാം സുരക്ഷാ ജീവനക്കാർ പിന്തിരിപ്പിച്ച് മടക്കി അയച്ചു. തങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോവുകയാണെന്ന് മറ്റ് രണ്ടുപേരോട് പറഞ്ഞ ജെയ്സണും ബിജുവും വീണ്ടും ആനീറങ്കൽ ഡാമിന്റെ എതിർഭാഗത്തെത്തി. ഇവിടെ കുളിക്കാൻ ശ്രമിക്കുമ്പോൾ അബദ്ധത്തിൽ വെള്ളത്തിൽ വീണ ബിജുവിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ജെയ്സണും അപകടത്തിൽപ്പെട്ടതെന്നാണ് നിഗമനം. ബിജുവിന്റെ വസ്ത്രങ്ങളും ചെരുപ്പും കരയിൽ തന്നെ ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച രാത്രി മുതൽ ഇരുവരുടെയും ബന്ധുക്കൾ ഇവർക്ക് വേണ്ടി അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇന്നലെ രാവിലെ മുതൽ ആനീറങ്കലിന് സമീപം ജെയ്സന്റെ വാഹനം കിടക്കുന്നത് കണ്ട ചില നാട്ടുകാരാണ് ഡാം സുരക്ഷാ വിഭാഗം ജീവനക്കാരെ വിവരം അറിയിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ബിജുവിന്റെ വസ്ത്രവും ഇരുവരുടെയും മൊബൈൽ ഫോണുകളും കരയിൽ നിന്ന് ലഭിച്ചു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ശാന്തമ്പാറ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൂന്നാറിൽ നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ ജലാശയത്തിൽ പരിശോധന നടത്തി. ഉച്ചകഴിഞ്ഞ് 2-നാണ് ജെയ്സന്റെ മൃതദേഹം ജലാശയത്തിൽ നിന്ന് ലഭിച്ചത്. ബിജുവിന്റെ മൃതദേഹം കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ തൊടുപുഴ, കോതമംഗലം എന്നിവിടങ്ങളിൽ നിന്നും 2 സ്കൂബ ടീമുകളും എത്തി തിരച്ചിൽ ആരംഭിച്ചു. വൈകുന്നേരം 3-ഓടെയാണ് ബിജുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇരുവരുടെയും മൃതദേഹങ്ങൾ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. സിറ്റി വിഷൻ, രാജാക്കാട്. വളകോട്ടിൽ പുലി ഇറങ്ങി എന്ന അഭ്യൂഹം. വനം വകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞില്ല. പൂച്ചപ്പുലിയെയാണ് കണ്ടതെന്ന് വനപാലകർ അറിയിച്ചിട്ടും ജനങ്ങളുടെ ഭീതി അകറ്റാനാണ് വനംവകുപ്പ് ക്യാമറ സ്ഥാപിച്ചത്. എന്നാൽ കേഴ, കൂരനെലി എന്നിവയുടെ ചിത്രങ്ങൾ ക്യാമറയിൽ പതിഞ്ഞുവെങ്കിലും പുലിയുടെ ചിത്രം പതിഞ്ഞിട്ടില്ല. വളകോട്ടിൽ പുലിയിറങ്ങിയെന്ന അഭ്യൂഹത്തിനിടയിലാണ് വനംവകുപ്പ് ക്യാമറ സ്ഥാപിച്ചത്. പൂച്ചപ്പുലിയെയാണ് കണ്ടതെന്ന് വനപാലകർ അറിയിച്ചിട്ടും ജനങ്ങളുടെ ഭീതി അകറ്റാനാണ് വനംവകുപ്പ് ക്യാമറ സ്ഥാപിച്ചത്. എന്നാൽ കേഴ, കൂരൻ, എലി തുടങ്ങിയവയുടെ ചിത്രങ്ങൾ ക്യാമറയിൽ പതിഞ്ഞുവെങ്കിലും പുലിയുടെ ചിത്രം പതിഞ്ഞിട്ടില്ല. പുലിയെയാണ് കണ്ടതെന്ന് നാട്ടുകാർ തറപ്പിച്ചു പറഞ്ഞതിനാലാണ് ക്യാമറ സ്ഥാപിച്ചത്. സെന്റ് ജോർജ് ദേവാലയത്തിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കാട്ടുവെട്ടിത്തെളിക്കുന്നതിനിടെ ആസാം സ്വദേശി ആകാശാണ് ആദ്യമായി പുലിയെ കണ്ടതായി അറിയിച്ചത്. വനംവകുപ്പ് അധികൃതർ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തുടർ ദിവസങ്ങളിൽ 2 വീട്ടമ്മമാരും പുലിയെ കണ്ടുവെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വനംവകുപ്പ് അധികൃതരും പുലിയുടേതെന്ന് സംശയിക്കുന്ന മൃഗത്തെ കണ്ടത്. പൂച്ചപ്പുലിയാണ് എന്ന വനംപാലകരുടെ ഉറപ്പ് വിശ്വസിക്കാൻ നാട്ടുകാർ തയ്യാറാകാതെ വന്നതോടെയാണ് ക്യാമറ സ്ഥാപിച്ചത്. എങ്കിലും പുലിയുടെ ദൃശ്യം ഇതുവരെയും ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല. രാത്രിയിലും പകലും നിരവധി തവണ വനംവകുപ്പ് അധികൃതർ പരിശോധന നടത്തുന്നുണ്ടെങ്കിലും പുലിയുടെ ഭീതിയിലാണ് നാട്ടുകാർ. സിറ്റി വിഷൻ, ഉപ്പുതറ. കാട്ടാനകൾക്ക് പുറമെ മൂന്നാറിലെ തോട്ടം മേഖലയിൽ വേനൽ കനത്തതോടെ കാട്ടുപോത്തും ഭീതി പടർത്തുന്നു. മൂന്നാർ നല്ലതണ്ണി ITD മേഖലയിൽ കഴിഞ്ഞ ദിവസം പകൽ കാട്ടുപോത്തിറങ്ങി. ലയങ്ങൾക്ക് തൊട്ടരികിലൂടെയായിരുന്നു കാട്ടുപോത്തിന്റെ സഞ്ചാരം. കാട്ടുപോത്ത് പരാക്രമത്തിന് മുതിരാതിരുന്നത് ആശ്വാസമായി. വേനൽ കനത്തു തുടങ്ങിയതോടെ വന്യമൃഗങ്ങൾ കൂടുതലായി കാടിറങ്ങുകയാണ്. കാട്ടാനകൾക്ക് പുറമെ മൂന്നാറിലെ തോട്ടം മേഖലയിൽ വേനൽ കനത്തതോടെ കാട്ടുപോത്തും ഭീതി പടർത്തുന്ന സാഹചര്യമുണ്ട്. മൂന്നാർ നല്ലതണ്ണി ITD മേഖലയിൽ കഴിഞ്ഞ ദിവസം പകൽ കാട്ടുപോത്തിറങ്ങി. ലയങ്ങൾക്ക് തൊട്ടരികിലൂടെയായിരുന്നു കാട്ടുപോത്തിന്റെ സഞ്ചാരം. കാട്ടുപോത്ത് ജനവാസ മേഖലയിലെത്തിയതോടെ പ്രദേശവാസികൾ പരിഭ്രാന്തരായി. എന്നാൽ കാട്ടുപോത്ത് പരാക്രമത്തിന് മുതിരാതിരുന്നത് ആശ്വാസമായി. ഏതാനും നാളുകൾക്ക് മുമ്പ് മൂന്നാർ ടൗണിൽ പകൽ 2 തവണ കാട്ടുപോത്തിറങ്ങിയ സ്ഥിതിയുണ്ടായി. ഏറെ ആൾത്തിരക്കുള്ള സമയത്തായിരുന്നു അന്ന് കാട്ടുപോത്തെത്തിയത്.
ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി വന്യമൃഗങ്ങൾ കാടിറങ്ങിയെത്തുന്നത് തൊഴിലാളി കുടുംബങ്ങളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. വന്യമൃഗാക്രമണ ഭീഷണി ഭയന്നാണ് തൊഴിലാളികൾ പലയിടത്തും ജോലിക്കിറങ്ങുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നടപടികൾക്കെതിരെയും ഭൂനികുതി 50% വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടും കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുമെന്ന് കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. നാളെ രാജാക്കാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധം KPCC അംഗം R ബാലൻപിള്ള ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ബഡ്ജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി 50% വർദ്ധിപ്പിച്ച സാഹചര്യത്തിലും കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കുകയാണ്. സംസ്ഥാന തലം മുതൽ പ്രാദേശിക തലത്തിൽ വരെ വിഷയം ഉയർത്തിക്കാട്ടുവാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. ഇതിന്റെ ഭാഗമായിട്ടാണ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിഷയം ആളിക്കത്തിക്കുന്നത്. ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ രാജാക്കാട് വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടക്കുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴി അറിയിച്ചു. ഇവിടെ കഴിഞ്ഞ 9 വർഷമായി അധികാരത്തിലിരിക്കുന്ന LDF സർക്കാർ അഴിമതിയും ദൂർച്ചെലവും മാത്രമായി മുന്നോട്ട് പോകുമ്പോൾ ഇടുക്കിയിലെ ജനങ്ങൾക്ക് യാതൊരു ഉപകാരപ്രദമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഭരിക്കുന്ന ആളുകളുടെ കീശ വീർപ്പിക്കുന്നതിന് വേണ്ടി മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന LDF സർക്കാരിനെതിരെയാണ് കോൺഗ്രസ് പാർട്ടി നാളെ സമരപരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്. നാളെ രാവിലെ 10:30 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രതിഷേധ പ്രകടനം ആരംഭിച്ച് 11 മണിക്ക് വില്ലേജ് ഓഫീസിൻ്റെ മുന്നിൽ ചെന്ന് ധർണ ആരംഭിക്കുകയാണ്. ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് ആദരണീയനായ KPCCയുടെ മെമ്പർ R ബാലൻപിള്ള അവറുകളാണ്. നാളെ രാവിലെ നടക്കുന്ന പ്രതിഷേധ ധർണ KPCC അംഗം R ബാലൻപിള്ള ഉദ്ഘാടനം ചെയ്യും. ഉടുമ്പൻചോല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MB ജോസ് മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുമെന്നും മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴി, മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി അഷ്റഫ് എന്നിവർ അറിയിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. മൂന്നാറിലെത്തിച്ച KSRTCയുടെ റോയൽ വ്യൂ ഡബിൾ ഡക്കർ ബസ് ഏറ്റെടുത്ത് സഞ്ചാരികൾ. ബസ് സർവീസ് ആരംഭിച്ച് ഒരാഴ്ച പിന്നിടുമ്പോൾ മികച്ച പ്രതികരണവും മെച്ചപ്പെട്ട വരുമാനവും നേടിയാണ് ബസ് സർവീസ് നടത്തുന്നത്. ദിവസവും 3 സർവീസുകളാണ് ബസ്സിനുള്ളത്. മൂന്നാറിന്റെ വശ്യമനോഹാരിത 360 ഡിഗ്രിയിൽ കണ്ടറിഞ്ഞ് യാത്ര ചെയ്യാൻ അവസരമൊരുക്കുകയായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാറിൽ KSRTCയുടെ റോയൽ വ്യൂ ഡബിൾ ഡക്കർ ബസ് സർവീസ് ആരംഭിച്ചത്. ഒരാഴ്ച പിന്നിടുമ്പോൾ ബസ് സർവീസ് സഞ്ചാരികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ദിവസവും മൂന്നാറിൽ നിന്ന് ആരംഭിച്ച ആനയിറങ്കൽ ജലാശയം വരെ നീളുന്ന 3 സർവീസുകളാണ് ബസ്സിനുള്ളത്. ബസ് നിറഞ്ഞാണ് ഒട്ടുമിക്ക സർവീസുകളും നടക്കുന്നത്. ഒരാഴ്ച പിന്നിടുമ്പോൾ മികച്ച പ്രതികരണവും മെച്ചപ്പെട്ട വരുമാനവും നേടിയാണ് ബസ് സർവീസ് നടക്കുന്നതെന്ന് KSRTC അധികൃതർ പറഞ്ഞു. മിക്കവാറും തന്നെ ഫുള്ളായിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. മികച്ച വരുമാനം തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാദേശിക നിവാസികളാണ് കൂടുതലായിട്ട് എൻക്വയറി ചെയ്യുകയും അതിൽ യാത്ര ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പോൾ അകലെ നിന്നുള്ള ആളുകൾ റിസർവേഷൻ ചെയ്ത് എത്തുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ രാജകുമാരി, പൂപ്പാറ, രാജാക്കാട്, മൂന്നാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ ഡബിൾ ഡക്കറിലൊന്ന് യാത്ര ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റി, അവരത് ഒന്ന് അറിയാനുള്ളൊരു ആഗ്രഹം എന്നുള്ള നിലയ്ക്ക് അവർ കൂടുതലായിട്ട് അവരും വരുന്നത് നമുക്ക് ആ ഒരു രീതിയിൽ കൂടിയൊക്കെ നോക്കുമ്പോൾ നല്ലൊരു പ്രതികരണമാണ് ഇപ്പം നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ എല്ലാ ദിവസവും തന്നെ ആവറേജ് നമുക്കൊരു സാധാരണ ഒരു കളക്ഷൻ വെച്ച് പറഞ്ഞാൽ ഒരു മികച്ച ഒരു വരുമാനം എന്ന് തന്നെ പറയാം. ഉയരത്തിൽ ഇരുന്നുള്ള മൂന്നാറിന്റെ വിശാലമായ കാഴ്ചകൾ സഞ്ചാരികളും ആസ്വദിക്കുന്നുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആണ്. നമുക്കിപ്പോൾ അല്ലാണ്ടുള്ള ഒരു ജീപ്പും അങ്ങനെയൊക്കെ ആക്കി പോകുമ്പോൾ നമ്മൾ 3 പേര് മാത്രം ഉണ്ടാകുമ്പോൾ ജീപ്പൊക്കെ ആക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നല്ല സേഫാണ്, സേഫ്റ്റിയാണ്, കാണാൻ നല്ല രസമുണ്ട്. മേലെ ഹൈറ്റിലാകുമ്പോൾ അതിൻ്റെതായ രസമുണ്ട്. ബസിന്റെ താഴത്തെ ഡക്കറിൽ 200 രൂപയും മുകൾ ഡക്കറിൽ 400 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ഓൺലൈനായും നേരിട്ടും ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാൻ സൗകര്യമുണ്ട്. സഞ്ചാരികൾക്ക് പുറമെ തദ്ദേശീയരായ ആളുകളും ഡബിൾ ഡക്കർ ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ എത്തുന്നുണ്ട്. നവമാധ്യമങ്ങളിലും ഡബിൾ ഡക്കർ ബസിന്റെ ദൃശ്യങ്ങൾ തരംഗമായി കഴിഞ്ഞു. സിറ്റി വിഷൻ, മൂന്നാർ. ഇനിയൊരു ഇടവേള. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ?
നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. ഏതെത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. ഒന്നൊക്കുമ്പോ ഒന്നൊക്കൂല. അതുള്ളതാ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കത്തില്ല. ഒന്നൊക്കുമ്പോ ഒന്നൊക്കെയല്ല. എടാ കുഞ്ഞാപ്പോയി, ഇവനാണ് ലവൻ. ഇവനൊക്കുമ്പോ എല്ലാം അങ്ങൊക്കും. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. ഏത് ജോലി ചെയ്താലും അത് ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്യണം. അതല്ലേ അതിനൊരു ഭംഗി. നിങ്ങളുടെ വീടിന്റെ പ്ലാൻ, സർവേ, കൺസ്ട്രക്ഷൻ എല്ലാം മനസ്സിനിണങ്ങിയ പോലെ ഓൾ സെറ്റായെങ്കിൽ ഇനി ടൈൽ സെലക്ഷൻ എങ്ങനെ, എവിടുന്ന്, ഏത് ബ്രാൻഡ്, ഏത് ഡിസൈൻ, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്. സിംബോളോ, കജേരിയ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറിക്കൊപ്പം 50-ൽ പരം ബ്രാൻഡുകളുടെ ടൈൽസുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം KJ ഗ്രാനൈറ്റ്സിൽ മാത്രം. Make your home beautiful with KJ Granite and Tiles, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി. വീണ്ടും വാർത്തയിലേക്ക്. മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ നല്ലതണ്ണി കല്ലാർ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് ചുറ്റും കാട്ടുമൃഗങ്ങൾ പ്രവേശിക്കാതെ പ്രതിരോധ വേലി നിർമ്മിക്കണമെന്ന ആവശ്യം. നിലവിൽ മാലിന്യം കൂടിക്കിടക്കുന്ന ഭാഗത്തേക്ക് കാട്ടാനകളടക്കം എത്തുന്ന സാഹചര്യമുണ്ട്. പകൽ സമയത്ത് പോലും കാട്ടാനകളുടെ സാന്നിധ്യം ഭയന്നു വേണം തൊഴിലാളികൾ ഇവിടെ പണിയെടുക്കുവാൻ. നല്ലതണ്ണി കല്ലാറിലാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. മാലിന്യം തരംതിരിക്കുന്നതും സംസ്കരണവുമൊക്കെ നടക്കുന്നത് ഈ കേന്ദ്രത്തിലാണ്. നിരവധി തൊഴിലാളികളും ഇവിടെ പണിയെടുക്കുന്നു. കേന്ദ്രത്തിന് പുറത്ത് പരിസര പ്രദേശങ്ങളിലായി പ്ലാസ്റ്റിക് മാലിന്യമടക്കം കൂടിക്കിടപ്പുണ്ട്. ഈ ഭാഗങ്ങളിലേക്ക് തീറ്റ തേടി കാട്ടാനകളടക്കം എത്താറുമുണ്ട്. പകൽ സമയത്ത് പോലും കാട്ടാനകളുടെ സാന്നിധ്യം ഭയന്ന് വേണം തൊഴിലാളികൾ ഇവിടെ പണിയെടുക്കുവാൻ. മുമ്പ് ഇവിടെ കാട്ടാനാക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. മാലിന്യങ്ങൾക്കിടയിൽ തീറ്റ തേടുന്ന കാട്ടാനകളും മറ്റും പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ ഭക്ഷിക്കാനുള്ള സാധ്യതയുണ്ടെന്നും വാദമുയരുന്നു. ഈ സാഹചര്യത്തിലാണ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് ചുറ്റും കാട്ടുമൃഗങ്ങൾ പ്രവേശിക്കാതെ പ്രതിരോധ വേലി നിർമ്മിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. മൂന്നാർ നല്ലതണ്ണിയിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രം മൂന്നാർ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഈ സംസ്കരണ കേന്ദ്രത്തിൽ ഇവിടെ കാട്ടുമൃഗങ്ങൾ, വന്യജീവികൾ, പന്നി, ആന എല്ലാം വന്നാൽ യഥേഷ്ടം ഈ കേന്ദ്രത്തിൽ, മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ കടന്നു കയറി ചെല്ലാവുന്ന രീതിയിലാണ്. ഒരു ഫെൻസിങ്ങോ വേലിയോ ട്രെഞ്ചോ ഒന്നുമില്ല. അപ്പോൾ ഇത് കൂട്ടിയിട്ടിരിക്കുന്ന സമയത്ത് ആന പുറകിൽ നിന്ന് വന്ന് കയറുന്ന സമയത്ത് അവിടെ ഇത് തിരയുന്ന തൊഴിലാളികൾ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വലിയ അപകടമാണ്. അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം എപ്പോഴും ആ മേഖലയിൽ നിൽക്കുന്നതിനാൽ
അതിൽ തൊഴിലാളികൾക്ക് പണിയെടുക്കുവാനോ ഒന്നും സാധിക്കുന്നില്ല. അവർ ഭയവികലരാണ്. അപ്പം പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് ഈ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ചുറ്റുമായിട്ട് ശക്തമായ ഫെൻസിങ് അല്ലെങ്കിൽ ട്രെഞ്ച് ഇട്ടുകൊണ്ട് ആനയടക്കമുള്ള കാട്ടുപന്നി ഒന്നും ഇതിനകത്തേക്ക് പ്രവേശിക്കാത്ത രീതിയിൽ ഒരു സുരക്ഷാ വലയം തീർത്തില്ലെങ്കിൽ അവിടെ ഈ സംസ്കരണ കേന്ദ്രത്തിൽ തൊഴിൽ ചെയ്യാൻ പോലും ആളില്ലാത്തൊരു അവസ്ഥയിലേക്കാണ് എത്തുന്നത്. ഇത് നിരന്തരം ദൃശ്യമാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് വാർത്ത വന്നിട്ട് പഞ്ചായത്ത് യാതൊരു നടപടി ഇതുവരെ എടുത്തതായി കാണുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഉടൻ തന്നെ ഇത് ചെയ്തില്ലെങ്കിൽ വലിയ വലിയ ആപൽ ഘട്ടങ്ങളിലേക്ക് തൊഴിലാളികൾക്ക് സംഭവിക്കുന്ന ഒരു ഇതിലേക്കാണ് കാണുന്നത്. മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപത്തെത്തുന്ന കാട്ടാനകളെ പലപ്പോഴും പടക്കം പൊട്ടിച്ചാണ് തുരത്താറ്. അവശിഷ്ടങ്ങൾക്കിടയിലെ ഭക്ഷണ ലഭ്യതയാണ് മൃഗങ്ങളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് ചുറ്റും പ്രതിരോധ വേലി സജ്ജമാക്കണമെന്ന നിർദ്ദേശം മുമ്പ് വനംവകുപ്പ് മുമ്പോട്ട് വെച്ചിരുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. SMYM PDS രാജഗിരി യൂണിറ്റിന്റെയും സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ കട്ടപ്പനയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. വളകോട് സെന്റ് ജോർജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് SMYM ഡയറക്ടർ ഫാദർ ജോഷി വാണിയപുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. SMYM PDS രാജഗിരി യൂണിറ്റിന്റെയും സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ കട്ടപ്പനയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. വളകോട് സെന്റ് ജോർജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് SMYM ഡയറക്ടർ ഫാദർ ജോഷി വാണിയപുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. ആൽബിൻ പുത്തൂർ, SMYM രാജഗിരി യൂണിറ്റ് പ്രസിഡന്റ് അബിൻ ആലമറ്റത്തിൽ എന്നിവർ പ്രസംഗിച്ചു. PDS ഭാരവാഹികളായ ജെയിംസ് കരിമാങ്കുളം, തോമസ് പുന്നിലിക്കും കാലായിൽ, റെജീന മണ്ണാറത്ത് എന്നിവർ നേതൃത്വം നൽകി. ക്യാമ്പിൽ പ്രദേശവാസികളായ ഒട്ടേറെ പേർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഉപ്പുതറ. കോട്ടയം നഴ്സിംഗ് കോളേജിൽ പീരുമേട് ഗ്ലൻമേരി സ്വദേശി ലിബിൻ റാഗിങ്ങിനിരയായ സംഭവം. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കൊപ്പം നേതാക്കൾ വിദ്യാർത്ഥിയുടെ ഭവനം സന്ദർശിച്ചു. സംഭവത്തിൽ കേരള ഗവർണറെ നേരിട്ട് കണ്ട് നിയമപരമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും നേതാക്കൾ കുടുംബത്തിന് ഉറപ്പു നൽകി. സ്ഥലം MLA ഇതുവരെ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചില്ല എന്നും നേതാക്കൾ ആരോപിച്ചു. കഴിഞ്ഞ ദിവസമായിരുന്നു കോട്ടയം നഴ്സിംഗ് കോളേജിൽ 1ാം വർഷ വിദ്യാർത്ഥിയായ പീരുമേട് സ്വദേശി ലിബിൻ അടക്കമുള്ള 4 വിദ്യാർത്ഥികൾ ക്രൂരമായ റാഗിങ്ങിന് വിധേയരായത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവത്തിൽ റാഗിങ്ങിനിരയായ പീരുമേട് ഗ്ലെൻമേരി സ്വദേശി ലിബിന്റെ ഭവനത്തിലാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാറിനൊപ്പം ജില്ലാ താലൂക്ക് നേതാക്കൾ സന്ദർശനം നടത്തിയത്. സംഭവത്തെക്കുറിച്ച് ലിബിന്റെ പിതാവിന്റെ പ്രതികരണം ഇങ്ങനെയാണ്. ഇത് ഇന്നലെ തുടങ്ങിയല്ല, കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോലീസിനെ വിളിച്ചിട്ടുണ്ട്. പോലീസ് FIR ഫയൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കുട്ടികളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് രാത്രി വിളിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ പോയി. വൈകിട്ട് രാത്രി 10:30 ചെറുക്കനെ വിളിക്കുന്നത്. ഇങ്ങനെ സ്റ്റേഷനിൽ പോയി. ഞങ്ങൾ ദിവസം ഭീഷണിയായിരുന്നു. ഇത് ഇന്നലെ തുടങ്ങിയതല്ല, മിനിയാൻ തുടങ്ങില്ല. ഈ നാളുകൾ കുറേയായി, 4 മാസമായി. അതുകൊണ്ട് ഞങ്ങൾ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഞങ്ങൾ പോലീസിലേക്ക് പരാതി കൊടുത്തെന്ന് പറഞ്ഞു. കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളിൽ വിദ്യാർത്ഥികളെ പഠനത്തിനയക്കുവാൻ മാതാപിതാക്കൾ ഭയക്കുന്ന സ്ഥിതിയാണ് നിലനിൽക്കുന്നതെന്നും സ്ഥലം MLA ഈ വിഷയത്തിൽ യാതൊരു ശ്രദ്ധയും ചെലുത്തിയിട്ടില്ല എന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാർ പറഞ്ഞു. കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളിൽ മക്കളെ പഠിപ്പിക്കാൻ അയക്കാൻ രക്ഷിതാക്കൾ ഭയക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് കേരളത്തിലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗം. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഒരു തിരിച്ചടിക്ക് ഇത്തരത്തിലുള്ള തുടർച്ചയായിട്ട് കേരളത്തിൽ നടക്കുന്ന റാഗിംഗ് കാരണമാവുകയാണ്. വളരെ ക്രൂരമായിട്ടുള്ള രീതിയിലാണ്, തീവ്രവാദ പ്രസ്ഥാനങ്ങൾ പോലും ചെയ്യാൻ മടിക്കുന്ന രീതിയിലാണ് ശ്രീ ലിബിനെ റാഗിങ്ങിന് വിധേയമാക്കിയിട്ടുള്ളത്. ഇത്തരത്തിൽ നിരന്തരമായിട്ട് അവിടുത്തെ വിദ്യാർത്ഥികൾ റാഗിങ്ങിന് വിധേയമാവുന്നുണ്ട് എന്നുള്ളത് പുറത്തു വന്നിരിക്കുക. സംഭവത്തിൽ സംസ്ഥാന ഗവർണറെ നേരിൽ കണ്ട റാഗിങ്ങിനിരയായ വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ചെയ്തു നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കൊപ്പം BJP ജില്ലാ സൗത്ത് പ്രസിഡന്റ് VC വർഗീസ്, ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല, ജില്ലാ വൈസ് പ്രസിഡന്റ് C സന്തോഷ് കുമാർ, പീരുമേട് മണ്ഡലം പ്രസിഡന്റ് സനീഷ് കോമ്പറമ്പിൽ, ജനറൽ സെക്രട്ടറി KT അരുൺ,
നേതാക്കളായ KR സുനിൽകുമാർ, അജയൻ K തങ്കപ്പൻ, സ്റ്റാലിൻ, സിബിച്ചൻ, ജോസഫ് തുടങ്ങിയവരും ഭവന സന്ദർശനത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഉപ്പുതറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജകുമാരി പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ 2 പേർ ആനയിറങ്കൽ ജലാശയത്തിൽ മുങ്ങിമരിച്ചു. വളകോട്ടിൽ പുലി ഇറങ്ങി എന്ന അഭ്യൂഹം. വനം വകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞില്ല. കാട്ടാനകൾക്ക് പുറമെ മൂന്നാറിലെ തോട്ടം മേഖലയിൽ വേനൽ കനത്തതോടെ കാട്ടുപോത്തും ഭീതി പടർത്തുന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. Seema's Wedding Collections, AIM Road, Perumbaur. Opening shortly at Kattapana. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ, കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായി മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ.